ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസും ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 6th ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 9. ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ. ഓപ്ഷൻ എ അമൂൽ, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി മിൽമ, ഓപ്ഷൻ ഡി NCDC. ആൻസർ ഓപ്ഷൻ ബി ആണ് NDDB. NDDB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് NDDB എന്ന് പറയുന്നത്. 1965 NDDB എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ NDDBയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ആനന്ദാണ്. ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് NDDB എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഓഫ് ഇന്ത്യ ഹാസ് ഇൻകോപ്പറേറ്റഡ് ഡാഷ് ഇൻ ഇറ്റ്സ് സെക്കൻഡ് ഷെഡ്യൂൾ. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് വാല്യൂ, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002ൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും സെക്കൻഡ് ഷെഡ്യൂളിൽ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡിസംബർ 2009 ദ യുണൈറ്റഡ് നേഷൻ ഡിക്ലെയർ ഡാഷ് ഇയർ ആസ് ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2011, ഓപ്ഷൻ ഡി 2013. ആൻസർ ഓപ്ഷൻ എ 2012. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA വാസ് ഷിഫ്റ്റഡ് ടു ബ്രസൽസ് ഇൻ ബെൽജിയം. ഇയർ ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2011, ഓപ്ഷൻ ഡി 2013. ആൻസർ ഓപ്ഷൻ ഡി 2013. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2013 ICAൻ്റെ ഹെഡ് ക്വാർട്ടർ ബെൽജിയത്തിലെ ബ്രസലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ICA ഫോം ചെയ്തത് 1895 ആ സമയത്ത് ഫോം ചെയ്ത സമയത്ത് ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ലണ്ടനിലായിരുന്നു. ദെൻ 1982 ICAൻ്റെ ഹെഡ് ക്വാർട്ടർ ജനീവയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം 2013 ജനീവയിൽ നിന്നും ഹെഡ് ക്വാർട്ടർ ബ്രസൽസിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 3 വർഷങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക. 1895 ലണ്ടൻ, 1982 ലണ്ടനിൽ നിന്നും ജനീവയിലോട്ട്, ദെൻ 2013 ബ്രസൽസിലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ് അതേപോലെ മാർക്കറ്റിംഗ് ഇതെല്ലാം നടത്താൻ വേണ്ടിയിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നാഫെഡ്, ഓപ്ഷൻ ബി ഇഫ്കോ, ഓപ്ഷൻ സി NCHF ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇഫ്കോ ആണ് ആൻസർ. ഇഫ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഇഫ്കോ. 1967 നവംബർ 3 ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 1967 എസ്റ്റാബ്ലിഷ് ചെയ്ത ഫെർട്ടിലൈസേഴ്സിൻ്റെ മാർക്കറ്റിങ്ങിനും അതേപോലെ മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇഫ്കോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇഫ്കോ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇഫ്കോയിൽ ഓർത്ത് വയ്ക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.